പിന്നെ നമ്മൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങ് വീട്ടിൽ തുടങ്ങി. ഭയങ്കര പനിയായിരുന്നു, 104 ഡിഗ്രി ടെമ്പറേച്ചറായിരുന്നു. അപ്പം ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ 5 ദിവസം കോഴ്സ് ഇടണം, നിങ്ങൾ ദിവസവും കൊണ്ടുവരണ്ട, ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം ഇട്ടാൽ മതി, ഞാൻ ഡോസേജൊക്കെ പറഞ്ഞു തരാം. അങ്ങനെ കാനുലയൊക്കെ കയ്യെ കുത്തി തന്നു. ഇവള് പിന്നെ അനങ്ങാതെ കിടക്കുന്നതുകൊണ്ട് അതിനെങ്ങും ഒന്നും സംഭവിക്കത്തില്ല. അപ്പം അതിൻ്റെ പുറത്തെല്ലാം കെട്ടി വെച്ച് തന്നു. അപ്പോൾ വൈകിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള മരുന്നുകൾ ഇടും. അവൾക്ക് വേണ്ട ഈ ഒരു സൈഡ് കിടക്കുന്ന ഇഷ്ടമല്ല, അതിനവനെ കരയുന്നുണ്ട്. പിന്നെ രണ്ടാൾക്ക് ഏതാണ്ട് കുത്തുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്, ആ മരുന്നിനെങ്ങാണ്ട് ഇച്ചിരി പെയിനുണ്ട്, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇന്നും കൂടെ ഉള്ളു. ഞാനിവിടെ എടുത്തുകൊണ്ട് വരുമ്പോൾ 3 കിലോ ആയിരുന്നു, ഇപ്പോൾ 5 കിലോ ആയി. ഞാനാണെങ്കിൽ ഫുഡ് 4 നേരം കൊടുക്കും. ഡോക്ടർ പറഞ്ഞു ഒരുപാട് ഫുഡ് കൊടുക്കണ്ട, കാരണം എണ്ണിച്ച് നടക്കണമെന്നൊക്കെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് എല്ലാവരും ഫുഡ് കഴിക്കണമെന്ന്, മനുഷ്യരായാലും എല്ലാവരും വയറ് നിറയെ വിളമ്പി കൊടുത്തൊരു ശീലമാണ്. അപ്പം എന്നാലും പിന്നെ ഞാൻ കുറച്ച്, ഇപ്പം ആണെങ്കിൽ അവൾ നേരത്തെ കഴിക്കുമായിരുന്നു. നമ്മൾ വീൽ ചെയറിൽ വെച്ചാൽ പാത്രം അങ്ങോട്ട് അടുപ്പിച്ച് ഒഴിച്ചാൽ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഞാനിങ്ങനെ ചിക്കനും ചോറും കൂടി നല്ലോണം ഞെരടിയിട്ട് വായ്ക്കുള്ളിലോട്ട് ഇട്ട് കൊടുക്കും, അന്നേരം അതങ്ങ് വിഴുങ്ങും. പിന്നെ സിറിഞ്ചി വെള്ളവും കൊടുക്കും. ഇപ്പം എനിക്ക് എടുത്തു പൊക്കാനൊക്കെ പറ്റും. പക്ഷേ ഇനി തടി കൂടിക്കഴിഞ്ഞാലേ, ഇപ്പം തന്നെ 5 കിലോ ആയി. ഇതെന്താണെന്നറിയാം, നമുക്ക് എടുത്തു പൊക്കാൻ ഒരു കഴുത്തെ പിടിക്കണം, അപ്പോഴത്തേക്ക് മറ്റേ സൈഡ് എല്ലാ സൈഡും ഇങ്ങനെ പഴന്തുണി പോലെ കിടക്കും. അവിടെ ശരീരത്തിൽ ജീവനുണ്ട്, വാലാട്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. വിശപ്പുണ്ട്, ദാഹമുണ്ട്, യൂറിൻ പോകുന്ന സമയത്ത് നമ്മളെ വിളിക്കും, അല്ലെ മോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവച്ചാൽ അവിടെ കിടത്തി കൊടുക്കണം, അതൊക്കെ ചെയ്യും, എല്ലാം അറിയാം. പക്ഷേങ്കിൽ അവിടെ ശരീരം ഒന്നും ആകുന്നില്ല, അവൾ ശ്രമിക്കുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കാലും കൈയും ഒക്കെ അനക്കി കൊടുക്കുകയും മസാജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണം, എന്തോ ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ട് മനസ്സുമായിട്ട് അങ്ങ് അടുക്കുകയും ചെയ്ത് എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ എന്ന്.